ഹലോ, എൻ്റെ പേര് ശ്രീഹരി. ഇപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലിട്ട് സ്വാഗതം. നമ്മൾ സിനിമയൊക്കെ കാണാൻ പോകുന്നത് അതിൻ്റെ ട്രെയിലർ കണ്ടിട്ട് അതെങ്ങനെയായി തീരും എന്നുള്ള അറിയാനുള്ള ഒരു ആകാംക്ഷയുടെ പുറത്താണല്ലേ. അങ്ങനെ ഞാൻ റീസെൻ്റ് ആയിട്ടൊരു ട്രെയിലർ കണ്ടിരുന്നു. ആ ട്രെയിലർ കണ്ടതിനനുസരിച്ച് വളരെ ചെറിയൊരു പ്ലോട്ട്, ആ ചെറിയൊരു പ്ലോട്ടിനെ അവരെങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യും, എന്താണ് അവർ പറയാൻ പോകുന്നത് എന്നത് ഭയങ്കര എക്സ്പെക്റ്റോട് കൂടെ ഞാൻ ഒരു സിനിമയ്ക്ക് ബുക്ക് ചെയ്തിരുന്നു. അങ്ങനെ ഞാൻ പോയി കണ്ടൊരു സിനിമയെ പറ്റിയാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. സിനിമ ഏതാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും. ഗർ എന്നാണ് സിനിമയുടെ പേര്. നമുക്കപ്പം ഡയറക്റ്റ് മൂവി റിവ്യൂയിലേക്ക് പോകാം. സിനിമ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം നമുക്ക് അവസാനം പറയാം. ആദ്യം കുറേ കാര്യങ്ങളിലേക്ക് നമുക്ക് സംസാരിക്കാം. കുഞ്ചാക്കോ ബോബൻ്റെ ഒരു ക്യാരക്ടർ, അദ്ദേഹം ഒരു സിംഹക്കൂട്ടിൽ അകപ്പെട്ട് പോയാൽ അവിടെ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്, അവിടെ എന്തൊക്കെ അവർക്ക് കഥാപരമായിട്ട് ചെയ്യാൻ സാധിക്കും എന്നതറിയാനുള്ള ആകാംക്ഷയുടെ പുറത്താണ് ഞാൻ ആ ഒരു സിനിമയ്ക്ക് വേണ്ടി ബുക്ക് ചെയ്തത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എന്നെ ഏറ്റവും കൂടുതൽ ആകാംക്ഷ ഉണർത്തിയ ഒരു കാര്യം ആ ഒരു ചെറിയൊരു പ്ലോട്ടിനെ അവർ എന്തൊക്കെ കൊണ്ടുവരും, അല്ലെങ്കിൽ ആ ഒരു സിനിമയിൽ അവർക്ക് എന്തൊക്കെ കൊണ്ടുവരാൻ സാധിക്കും എന്നറിയാൻ വേണ്ടി തന്നെയാണ്. നമ്മൾ കണ്ട ഒരു ഭാഗമില്ലേ, ആ ഭാഗം ഒരു മിഡിൽ പോർഷനിൽ കാണിച്ചുകൊണ്ട് സിനിമയുടെ ടെയിലെൻഡിലും ഹെഡിലും ഒക്കെ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ അവർ സംസാരിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ സംസാരിക്കുന്ന ഭാഗങ്ങൾ എനിക്ക് കണക്റ്റ് ആയില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത്. ഒന്ന് വെയിറ്റ് ചെയ്താൽ സോൾവ് ആകാമായിരുന്ന ഒരു കാര്യം അതിനൊരു പ്രത്യേക ഡിസിഷനായിട്ട് ആ ഒരു തീരുമാനം എടുക്കേണ്ടിയിരുന്നില്ല എന്നെനിക്ക് തോന്നിപ്പോയി. അങ്ങനെ ലോജിക്കലി കുറച്ച് സംഭവങ്ങളൊക്കെ എനിക്ക് തോന്നിയിരുന്നു സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോൾ തന്നെ. ഞാൻ നേരത്തെ പറഞ്ഞില്ല, തുടക്കവും അവസാനവും കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ പറയുന്ന കാര്യങ്ങൾ തുടക്കത്തെ ഭാഗത്ത് എനിക്ക് വലിയ കുഴപ്പം തോന്നിയില്ല. ഫസ്റ്റ് ഹാഫ് വരെ അത്യാവശ്യം മ്യൂസിക് പരമായിട്ടൊക്കെയാണെങ്കിലും നമ്മളെയൊക്കെ എൻഗേജിങ് ആക്കുന്ന ഒരു കോമഡി മൂവീനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന തരത്തിലുള്ള കുറച്ച് പെർഫോമൻസുകളും കുറച്ച് ഭാഗങ്ങളും ഒക്കെ നമുക്ക് കാണാൻ സാധിച്ചിരുന്നു. പക്ഷേ സെക്കൻഡ് ഹാഫിലോട്ട് കടക്കുമ്പോൾ ഫസ്റ്റ് ഹാഫിന് അതിനനുസരിച്ചുള്ള അല്ലെങ്കിൽ അവർ പറഞ്ഞു വെച്ചിരിക്കുന്ന ഒരു കാര്യം അതെനിക്ക് കുറച്ചും കൂടെ കൺവിൻസിങ് ആവാനുള്ളതുപോലെ ഫീൽ ചെയ്തു. ഫസ്റ്റ് ഇൻട്രഡക്ഷൻ ഒരു സോങ് ഒക്കെ ഉണ്ട്, ഒരു സർക്കസ് കൂടാരത്തിൻ്റെയൊക്കെ ഒരു ആംബിയൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പാട്ട്. ആ ഒരു കൂട്ടത്തിലെ ഒരു വിഷ്വൽസും കാര്യങ്ങളും ഒക്കെ കണ്ടിരിക്കാൻ നല്ല രസമുണ്ടായിരുന്നു. പക്ഷേ എന്നിരുന്നാലും നമ്മളൊക്കെ എവിടെയൊക്കെയോ ഒരു എൻഗേജ് ഫാക്ടർ എവിടെയൊക്കെയോ മിസ്സായിട്ടുള്ളൊരു ഫീൽ എനിക്ക് തോന്നി. നല്ല കളർ ഗ്രേഡിങ് കേട്ടോ, നല്ല കളർ ഗ്രേഡിങ് ആണ്. മൂവി 2 മണിക്കൂർ അടുത്തേ ഉള്ളൂ. ഭയങ്കര ഫാസ്റ്റ് പേസിലാണ് സിനിമ ആദ്യത്തെ കുറേ ഭാഗങ്ങളിൽ മൂവ് ചെയ്തത്. പിന്നെ വന്ന കുറച്ച് പെർഫോമൻസുകൾ, ഒരു ക്യാരക്ടേഴ്സ് കാണിക്കേണ്ട കുറേ സാധനങ്ങൾ അവരത് കൊടുത്തിട്ടുണ്ട്. എസ്പെഷ്യലി മഞ്ജുപിള്ള ചേച്ചിയുടെ ക്യാരക്ടർ എനിക്കത് ഇഷ്ടപ്പെട്ടു. സുരാജേട്ടൻ്റെ പെർഫോമൻസും കൊള്ളാമായിരുന്നു. ശ്രുതി രാമചന്ദ്രൻ്റെ പെർഫോമൻസ്, പിന്നെ കുഞ്ചാക്കോ ബോബൻ അദ്ദേഹം വേറൊരു ടൈപ്പ് ഓഫ് പെർഫോമൻസ് പോലെ എനിക്ക് ഫീൽ ചെയ്തു. എനിക്ക് ആ ഒരു ക്യാരക്ടറിലായിട്ട് കുറച്ചും കൂടെ കണക്റ്റ് ആവാനായിട്ട് എനിക്ക് കുറച്ച് പേഴ്സണലി തോന്നി. പ്രോമിസിങ് ആയിട്ടുള്ള ആക്ടേഴ്സൊക്കെയാണ്. ഒന്ന് അലൻസിയറിയൻ ഉണ്ട്, തൊണ്ടി മുതലിലേക്ക് പോലീസുകാരൻ പുള്ളിക്കാരനുണ്ട്, കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട് കേട്ടോ. അങ്ങനെ കുറേ ക്യാരക്ടേഴ്സ് വരുന്നുണ്ട്. നല്ല നമ്മളൊക്കെ കണ്ട സ്ക്രീനിലൊക്കെ കണ്ട ഡെവറയോളി അണ്ണനൊക്കെ ഉണ്ട്. പുള്ളിക്കാരൊക്കെ ചെറിയ സാധനങ്ങളൊക്കെ ഉള്ളൂ. എന്നാലും നമ്മളൊക്കെ സിനിമയിൽ സ്ക്രീനിലൊക്കെ കണ്ട് മറന്ന കുറേ ക്യാരക്ടേഴ്സ് പെർഫോമൻസ്. ധനേഷ് ആനന്ദ് പറഞ്ഞൊരു അദ്ദേഹത്തിൻ്റെ പെർഫോമൻസും അത്യാവശ്യം നല്ലതായിരുന്നു. കുറേ ആക്ടേഴ്സ് വന്നിരുന്നെങ്കിലും എവിടെയൊക്കെയോ ഒരു സംഭവം മിസ്സായതുപോലെ എനിക്ക് തോന്നി. ഫയർഫോഴ്സിനൊക്കെ അത്ര സിമ്പിളായിട്ട് എനിക്കറിയില്ല അതിൻ്റെ ജെനുവിനിറ്റി, അതിൻ്റെ സംഭവങ്ങളൊക്കെ ഒന്നും എനിക്ക് അറിയില്ല എങ്ങനെയാണെന്ന്. പക്ഷേ കോമഡി കൊണ്ടുവരുന്ന വ്യാജേന അങ്ങനെ കുറച്ച് കാര്യങ്ങൾ കൊണ്ടുവന്നത് എനിക്ക് തോന്നുന്നില്ല. കാരണം അത്ര സിമ്പിളാക്കി എടുത്തോന്ന് എനിക്കൊരു ഫീൽ ചെയ്തു. കാരണം അത്രയും ഒരു പവർഫുൾ ആയിട്ടുള്ളൊരു പൊസിഷനാണ്. അത് കോമഡിയുടെ ഭാഗമായിട്ട് കൊണ്ടുവന്നാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ അത് കുറച്ച് കൺവിൻസിങ് ആവാത്തൊരു ഫീല് എനിക്ക് പൊതുവേ തോന്നി കേട്ടോ. തുടക്കത്തിലെയും അവസാനത്തെയും ഭാഗങ്ങളില്ലേ, അത് കൂട്ടി വെച്ചാൽ പോലും ഒരു സിനിമയാകും. ആ ഇൻബിറ്റ്വീനുള്ള സാധനങ്ങളുടെ ആവശ്യമില്ല എന്നാണ് എനിക്ക് സിനിമ കണ്ടപ്പോഴും തോന്നിയത്. ഇങ്ങനെ ഒരു സിറ്റുവേഷനാണ് അത് അവരുടെ മനസ്സിൽ വന്നിട്ടുണ്ടാവും, അങ്ങനെ ഒരു ഐഡിയ ചെയ്യണമെന്ന്. ആ ഐഡിയനെ സപ്പോർട്ട് ചെയ്യുന്ന നമ്മളെവിടെയൊക്കെയോ കണ്ട കുറേ ഭാഗങ്ങളൊക്കെ ഇങ്ങനെ അവർ സിനിമയിലോട്ട് ആകർഷിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആവാം മൂവിയിൽ നിന്ന് വ്യത്യസ്തപരമായിട്ട്, അല്ലെങ്കിൽ അവർ പറയാൻ ഉദ്ദേശിച്ചിരിക്കുന്ന പ്ലോട്ടിൽ നിന്ന് വ്യത്യസ്തപരമായിട്ടൊരു സംഭവം ആ സിനിമയിൽ കാണാൻ പറ്റിയത്. അത് പോസിറ്റീവായിട്ടല്ല, ഞാൻ സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു ആ ഭാഗം കൊണ്ട്. പേഴ്സണൽ അഭിപ്രായമാണ് കേട്ടോ. ഒരുപക്ഷെ ഫാമിലിക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ടൈപ്പ് കുറേ ഹ്യൂമർ കൊണ്ടുവന്നിട്ടുണ്ട്. കുറേ എന്നല്ല, കുറച്ച് ഹ്യൂമർ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ വിൻറ്റേജ് സുരാജേട്ടനില്ല, വിൻറ്റേജ് സുരാജേട്ടൻ ഞാൻ പറയുന്നില്ല, വിൻറ്റേജ് സുരാജേട്ടൻ എന്ത് പെർഫോമൻസ് ആണെന്ന് എനിക്കറിയാം. പക്ഷേ അതിനെ അനുസ്മരിപ്പിക്കുന്ന വിധത്തിൽ കുറച്ച് സംഭവങ്ങളൊക്കെ പുള്ളിക്കാരൻ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. ചെറിയ സാധനങ്ങളൊക്കെ കേട്ടോ. അതൊക്കെ കൊണ്ട് ചിലപ്പോൾ ഫാമിലി ഓഡിയൻസിന് ഇഷ്ടപ്പെടാം. ഞാൻ പറഞ്ഞാൽ തീരുമായിരുന്നൊരു പ്രശ്നം അതങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ല എന്ന് എനിക്കും തോന്നി. ടെക്നിക്കൽ വൈസ് ഒരു ഗുഡ് അറ്റംപ്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ക്ലൈമാക്സിൽ അത് പറയണം, ആ പാട്ടിൻ്റെ പ്ലേസ്മെൻറ്റ് ഒരു ആവശ്യമില്ലായിരുന്നു കേട്ടോ. ഡയറക്ടർ ഇത് കാണുവാണെങ്കിൽ, ഇത് എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്, കല്യാണമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടൊരു പാട്ട്, അതിൻ്റെ പ്ലേസ്മെൻറ്റ് ഒരു ആവശ്യമില്ലായിരുന്നു.
മിസ്മാച്ച് ആയതുപോലെ നല്ലപോലെ ഫീൽ ചെയ്തു. ആ പാട്ടില്ല, പാട്ട് ക്രോപ്പാക്കി കളഞ്ഞാൽ പോലും സംഭവം കംപ്ലീറ്റ് ആയിരുന്നു എന്ന് എനിക്ക് തോന്നി. എന്നെ ആകാംക്ഷ കുറേയൊക്കെ കൊണ്ടുവന്ന സീനുകൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും അതിനെയൊക്കെ ജസ്റ്റിഫൈ ചെയ്യുന്ന തരത്തിലുള്ള ഒരു സെക്കൻഡ് ഹാഫ് എനിക്ക് സാധിച്ചില്ല കാണാനായിട്ട്. പിന്നീട് ഒരു ഫൈറ്റ് സീനൊക്കെ ആണെങ്കിലും അത് വേണ്ടായിരുന്നു എന്ന് തോന്നി. അവർ വേറെ രീതിയിലാണ് പറയുന്നതെങ്കിലും ആ ഫൈറ്റ് സീനിൻ്റെ ആവശ്യകത അങ്ങനെ സാധനം മെൻഷൻ ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു. മ്യൂസിക്കിൽ എവിടെയൊക്കെയോ ഒരു പേസ് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. എപ്പോഴും ഞാൻ പറയുന്നൊരു കാര്യം, പല ഡൗൺ ആയിട്ട് നിൽക്കുന്ന സിറ്റുവേഷനിലെയും സീനുകളെയൊക്കെ അപ്ലിഫ്റ്റ് ചെയ്യുന്നതിൽ മ്യൂസിക്കിൻ്റെ ഇമ്പോർട്ടൻസ് അത് ഈ മൂവിയിലും എനിക്ക് ഒരു പരിധി വരെ കാണാൻ സാധിച്ചിട്ടുണ്ട്. ഡോൺ വിൻസെൻ്റ് ആട്ടോ മ്യൂസിക് ചെയ്തിരിക്കുന്നത്. ലാസ്റ്റത്തെ ആ പാട്ട് ഒഴിച്ച് ആ ഒരു സംഭവം കൊള്ളായിരുന്നു. പാട്ട് കൊണ്ട് ലിഫ്റ്റ് ചെയ്ത് വന്ന കുറേ ഭാഗങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എന്നിരുന്നാൽ പോലും അങ്ങനെ ലിഫ്റ്റ് ചെയ്ത് വരുമ്പോഴും ഫസ്റ്റ് ഹാഫിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന തരത്തിലുള്ള, ഫസ്റ്റ് ഹാഫ് ഒരു എബോവ് ആവറേജ് നിൽക്കുന്നതാണെങ്കിൽ അതിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന തരത്തിലുള്ള സെക്കൻഡ് ഹാഫ് എൻഗേജ് സാധനം കിട്ടിയില്ല കേട്ടോ. മേ ബി നിങ്ങൾക്ക് ചിലപ്പോൾ ഈ മൂവി ഇഷ്ടപ്പെടാതിരിക്കാം. എന്നിരുന്നാലും നിങ്ങൾ സിനിമ തിയേറ്ററിൽ പോയി കണ്ടിട്ട് തന്നെ മൂവിനെ പറ്റി പറയണം എന്ന് അപേക്ഷിക്കുന്നു. പലവർക്കും പല ആസ്വാദനമാണ്, പലവർക്കും പല ജോണറാണ് ഇഷ്ടം, പലർക്കും പല രീതിയാണ് ഇഷ്ടം. കുറച്ചും കൂടെ ബെറ്റർ ആക്കാമായിരുന്നു, കുറച്ചും കൂടെ എന്തൊക്കെയോ കൊണ്ടുവരാമായിരുന്നു, എന്തൊക്കെയോ മിസ്സിങ് ഉള്ളൊരു ഫീൽ എനിക്ക് തോന്നിയിട്ടുണ്ട്. തിയേറ്ററിൽ പോയി കണ്ടിട്ട് മാത്രം നിങ്ങൾ അഭിപ്രായം പറയുക. നിങ്ങൾ ഈ മൂവി കണ്ടവരാണെങ്കിൽ മൂവി കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് സെക്ഷനിൽ പറയുക. മൂവി കാണാത്തവരുണ്ടെങ്കിൽ തിയേറ്ററിൽ പോയി തന്നെ കാണുക. നിങ്ങൾക്ക് മൂവി ഇഷ്ടപ്പെട്ടെങ്കിൽ സിനിമ എല്ലാവരോടും കാണാൻ പറയുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം.